ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ പാസ്വേഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മുമ്പൊക്കെ ലോലിപോപ്പ് വേർഷനിൽ മുകളിലുള്ള ഫോണുകളിലാണ് നമ്മൾ ഫോൺ റൂട്ട് ചെയ്തിട്ട് പാസ്വേഡ് കണ്ടുപിടിച്ചിരുന്നത്. എന്നാൽ ലോലിപോപ്പിന് ശേഷമുള്ള പുതിയ വേർഷൻ വന്ന സമയത്ത് റെഡ്മി ഫോണുകളിലാണ് അത്തരത്തിലുള്ള ഓപ്ഷൻ ആദ്യമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു QR കോഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മുടെ വൈഫൈ പാസ്വേഡ് കണ്ടുപിടിക്കാമായിരുന്നു. ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും അതുപോലുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ആ QR കോഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പാസ്വേഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മളൊരു സ്കാൻ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്കൊരു വെബ്സൈറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് വൈഫൈ പാസ്വേഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈഫൈക്കകത്ത് QR കോഡ് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളിൽ മാത്രമേ ഈ ഒരു കാര്യം വർക്ക് ചെയ്യത്തുള്ളൂ. അത് നിങ്ങൾ സ്കാൻ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന മെത്തേഡ് ആയിക്കഴിഞ്ഞാലും നമുക്ക് QR കോഡ് അവിടെ അവൈലബിൾ ആയിരിക്കണം. ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക. അതിനു മുമ്പേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഫോണിൽ കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈയുടെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈഫൈയുടെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. ശേഷം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈക്ക് നേരെ ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു QR കോഡ് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ QR കോഡ് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ QR കോഡിനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിലേക്ക് പോയിട്ട് ഈ സ്ക്രീൻഷോട്ടിനെ നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ക്രോപ്പ് ചെയ്യാം. ഈ ഒരു QR കോഡ് മാത്രമായിട്ട് നിങ്ങളിങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കുക. ശേഷം ഈ ഒരു ഭാഗം ഒന്ന് സേവ് ചെയ്യാം. ഇനിയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഓപ്പൺ ചെയ്തെടുക്കുക. വെബ്സൈറ്റ് മുകളിലായിട്ട് കാണാം zxing.org. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശത്തായിട്ട് കാണാം ചൂസ് ഫയൽ. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള, അതിനുശേഷം നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു QR കോഡ് മാത്രമായിട്ട്, ആ ഒരു ഭാഗം നമുക്കിവിടെ അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഫയൽസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും എവിടെയാണോ നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് ഉള്ളത് ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതവിടെ അപ്ലോഡ് ചെയ്യുക. ശേഷം ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്തിന് നേരെ വലതുവശത്തായിട്ട് നമുക്കിവിടെ സബ്മിറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്പം സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പാസ്വേഡ് ഇവിടെ കാണിച്ചു തരുന്നതായിരിക്കും. താഴെയായിട്ട് ഇവിടെ പാസ്വേഡ് കാണിച്ചു തന്നിട്ടുണ്ട്. വൈഫൈയുടെ പേര്, പാസ്വേഡ്, മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് QR കോഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആപ്ലിക്കേഷനൊന്നും ഇല്ലാതെ നമുക്ക് വെബ്സൈറ്റ് വഴി തന്നെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ചെറിയൊരു അറിവായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്ക്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.